ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള നല്ലൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മുടെ വയറ് കുറയ്ക്കാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് ഓട്സ് എടുത്തിട്ടുള്ളത്. റോൾഡ് ഓട്സ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഫ്ലെയിം ഓണാക്കി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് മതിയാവും കേട്ടോ. ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരും. അതുപോലെ തന്നെ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരും. അതുവരെ വേണം നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഓട്സ് ഒക്കെ ഇവിടെ നിന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും കേട്ടോ. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസിൻ്റെ തന്നെ വേണം എന്നില്ല കേട്ടോ, ഒരു സ്റ്റീലിൻ്റെ പാത്രമായാലും മതിയാവും. ഇനി ഞാനിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓട്സ് ഉണ്ടല്ലോ, അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബദാം മിൽക്കാണ് കേട്ടോ. ഇത് കയ്യിലുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ലോ ഫാറ്റ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പശുവിൻ പാലൊന്നും ഉപയോഗിക്കരുത് കേട്ടോ, അതത്ര നന്നായിരിക്കത്തില്ല. പിന്നെ ബദാം മിൽക്ക് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഒരു 8-9 ബദാം എടുക്കുക. 8 മണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനാക്കി അങ്ങ് അരച്ചിട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് ബദാം മിൽക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അകപ്പാട് 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പ് അളവിൽ ബദാം മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടി തിക്കായി വരും. അതുകൊണ്ടാണ് ഒരു 1.5 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിയാ സീഡാണ്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചിയാ സീഡ് ചേർത്ത് കൊടുക്കുന്നത്. ചിയാ സീഡിന് ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വയറ് കുറയ്ക്കാൻ നല്ലതാണ്, വെയിറ്റ് കുറയ്ക്കാൻ നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ചിയാ സീഡിന് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചിയാ സീഡ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഒരു നേരം കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ സീഡാണ് കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉണക്കമുന്തിരിങ്ങയാണ്. ഒരു 9ഓളം ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനായിട്ട് ഞാൻ ഈ ഉണക്കമുന്തിരിങ്ങയാണ് ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഡേറ്റ്സ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഹണിയൊന്നും ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള അളവിൽ സിനമൺ പൗഡറാണ്, പട്ട പൊടിച്ചത്. അതുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഇത്തിരി ലൂസായിട്ടിരിക്കുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിക്കായി വരും കേട്ടോ. ചിയാ സീഡിനകത്താണെങ്കിലും ഓട്സിനകത്താണെങ്കിലും ധാരാളം പ്രോട്ടീൻസും ഫൈബേഴ്സും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറേ നേരത്തേക്ക് വിശപ്പ് അറിയത്തില്ല കേട്ടോ. വയറ് ഫുൾഫില്ലായിട്ട് ഇരിക്കുന്നതാണൊക്കെ തോന്നും. അതുവഴി നമുക്ക് വെയിറ്റ് ലോസിനും വെയിറ്റ് മാനേജ്മെൻറ്റിനും ഇത് സഹായകമാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചിയാ സീഡ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ ഓവർനൈറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക, പുറത്ത് വെക്കരുത്. ഇത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്, അതായത് പുളിച്ചൊക്കെ പോകും. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. അപ്പോൾ അത് ആദ്യം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ അളവിൽ പംകിൻ സീഡും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഓവർനൈറ്റ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല കേട്ടോ, പുറത്താണ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതാ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഓട്സൊക്കെ ഞാനൊന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ചിയാ സീഡും ഓട്സും ഒക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് മാതളവും അതുപോലെ തന്നെ കുറച്ച് ആപ്പിളും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ മാതളത്തിൻ്റെ പകുതി മാതളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആപ്പിളും കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും അത് ചേർത്ത് കൊടുക്കാം. പഴം കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. സ്ട്രോബെറി, ബ്ലൂബെറി, അങ്ങനെ
ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ തലേന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പംകിൻ സീഡും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, കയ്യിലുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. എല്ലാവർക്കും ഇത് കിട്ടണം എന്നില്ല, കയ്യിലുണ്ടാവണം എന്നില്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലുള്ള വാൾനട്ട്സ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കയ്യിലുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓവർനൈറ്റ് ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഓട്സ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.